ഓ സത്യവിശ്വാസികളെ, ഒന്നാമത്തെ വിഷയം അല്ലാഹു പറയാ, കുതിബ അലൈക്കുമുസ്സിയാം, നിങ്ങൾക്കിതാ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഫജ്ർ നമസ്കാരത്തിന്റെ നേരം തൊട്ട് മഗ്രിബ് നമസ്കാരത്തിന്റെ ബാങ്ക് കൊടുക്കുന്നത് വരെ, സൂര്യൻ അസ്തമിക്കുന്നത് വരെ നിങ്ങൾക്കിതാ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. അന്നപാനീയങ്ങളില്ലാതെ, ഭോഗങ്ങളില്ലാതെ, അല്ലാഹുവിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് ഹലാലായ കാര്യങ്ങൾ പോലും റബ്ബിന് വേണ്ടി വർജിക്കാനുള്ള നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ആ ആയത്തിൽ പറഞ്ഞ ഒന്നാമത്തെ വിഷയം അതാണ്. രണ്ടാമത്തെ വിഷയം ഏതാണ്? കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മാത്രമല്ല നോമ്പ് നിർബന്ധമാക്കിയത്, നിങ്ങളുടെ മുൻഗാമികളായ, നിങ്ങളുടെ മുന്നേ കഴിഞ്ഞുപോയ പൂർവകാല സമുദായങ്ങളായ പൂർവികരായ പ്രവാചകന്മാരുടെ ഉമ്മത്തിനും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അഹ്കാമുകളിൽ മാറ്റമുണ്ടെങ്കിലും, അതിന്റെ രീതികളിൽ മാറ്റമുണ്ടെങ്കിലും ഈ പറയുന്ന സമുദായങ്ങൾക്കെല്ലാം നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. മൂന്നാമതായി അല്ലാഹു പറയുന്നത് എന്താണ് ആയത്തിൽ? എന്തിനാണ് നോമ്പ് നിർബന്ധമാക്കിയത്? എന്തിനാണ് നോമ്പെടുക്കുന്നത്? നോമ്പിന്റെ ലക്ഷ്യം എന്താണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്ന ആളുകളായി മാറിയേക്കാം. ഇതാണ് നോമ്പിന്റെ ലക്ഷ്യം. മൂന്നാമത് പറഞ്ഞതാണ് നോമ്പിന്റെ ലക്ഷ്യം. എന്താണ് ലക്ഷ്യം? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വ കൈവരിക്കാൻ സാധിച്ചേക്കാം. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ 30 ദിവസത്തെ പട്ടിണി കിടക്കലും ദാഹിക്കലും ചെറിയ ചൂടൊന്നുമല്ല. ഇപ്പോ കണ്ണൂരിൽ ഇവിടെ എത്തുമ്പോഴേക്ക് തളർന്നു പോയി ബൈക്കിന് വന്നിട്ട്. അമ്മാതിരി ചൂടത്താണ് നോമ്പുണ്ടാവാൻ പോണത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്തിനാണ് ഈ പ്രയാസപ്പെടുന്നത്? റമദാൻ എന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്ന ഒരു റമദാനാണ് വരാൻ പോണത്. റമദാൻ എന്ന് പറഞ്ഞാൽ എന്തറിയോ? കരിച്ചു കളയുന്നത്, കത്തിച്ചു കളയുന്നത്, തീക്ഷ്ണമായ ചൂടുകൊണ്ട് ഇല്ലാണ്ടാക്കി കളയുന്നത് എന്നൊക്കെയാണ് റമദാൻ എന്ന പദത്തിന്റെ അർത്ഥം. ആ പദത്തിനെ അന്വർത്ഥമാക്കുന്ന ഒരു നോമ്പാണ് നമ്മുടെ മുന്നിലേക്ക് വരാൻ പോണത്. അതികഠിനമായ വേനൽക്കാലത്തിന്റെ നടുവിലാണ് ഈ പരിശുദ്ധ റമദാൻ മാസത്തെ നമ്മൾ പുൽകാൻ പോകുന്നത്. എന്തിനാണ് അല്ലാഹു ഈ റമദാൻ മാസത്തെ ആ രീതിയിൽ വിശേഷിപ്പിച്ചത്? തഖ്വ ഉണ്ടാക്കാൻ വേണ്ടിയാണ്, മുത്തഖികളാവാൻ വേണ്ടിയിട്ടാണ്, ആ തഖ്വ കൈവരിക്കാൻ വേണ്ടിയിട്ടാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻആമിലെ 14, 15, 16, 17 ആയത്തുകളിലൂടെ എന്താണ് തഖ്വ എന്നും, ആ തഖ്വക്ക് തടസ്സമായി നിൽക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്നും, ആ തഖ്വ നേടിയെടുത്ത ആളുകൾക്കുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നും, എന്റെ ജീവിതത്തിൽ തഖ്വയുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനുള്ള അടയാളങ്ങൾ എന്തൊക്കെയാണെന്നും കൃത്യമായി അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഉറക്കം തൂങ്ങി കേൾക്കരുത്, അപ്പൊ തലേ കയറൂല. ഇനി ഉറക്കം തൂങ്ങരുത്, ഇനി ഉറക്കം കുറച്ചായിട്ട് മാറ്റി വെക്കണം. റമദാനാണ് വരാൻ പോണത്. ഇനി കുറച്ചൊന്ന് ഊർജ്ജസ്വലതയോടുകൂടി, ഒരു ഉന്മേഷത്തോടു കൂടി, ബോധത്തോടു കൂടിയൊക്കെ ഇരിക്കണം. സാധാരണ ദിവസങ്ങൾ പോലെയല്ല. എന്തൊക്കെയാണ് അല്ലാഹു പറഞ്ഞത്? ഒന്നാമത്തത് തഖ്വക്ക് തടസ്സമായി നിൽക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെ. രണ്ടാമത്തത് തഖ്വയുള്ള ആളുകൾക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെ. മൂന്നാമത്തത് ഒരാൾക്ക് തഖ്വ ഉണ്ടോ ഇല്ലയോ എന്നതിന്റെ അടയാളങ്ങൾ എന്തൊക്കെ. ഇത് മൂന്നും ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചു തന്നിട്ടുണ്ട്. ഒന്നാമതായി അല്ലാഹു പറയുന്ന തഖ്വക്ക് വിപരീതമായി നിൽക്കുന്ന, തഖ്വക്ക് തടസ്സമായി നിൽക്കുന്ന വിഷയങ്ങളാണ്. എന്തൊക്കെയാണ് ആ വിഷയങ്ങൾ? അല്ലാഹു എണ്ണി പറയാണ്. സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാ والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب. ജനങ്ങൾക്ക് അലങ്കാരമായി തോന്നിപ്പിച്ചിരിക്കുകയാണ് എന്തൊക്കെ? അവരുടെ ഷഹവാത്തുകളുടെ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ഇച്ഛകൾ, അവരുടെ ആശകൾ, അവയെല്ലാം ജനങ്ങൾക്ക് ഒരു അലങ്കാരമായി തോന്നിക്കപ്പെട്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് അലങ്കാരങ്ങൾ? ആ അലങ്കാരങ്ങളിൽ എണ്ണപ്പെട്ട ഒന്നാമത്തെ വിഷയം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? മിനൻ നിസാ, പെണ്ണാണ്, സ്ത്രീകളാണ്. സ്ത്രീകളുടെ വിഷയത്തിലുള്ള ചാബല്യമാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം വൽബനീൻ, സന്താനങ്ങളാണ്, സന്താനങ്ങളുടെ വിഷയത്തിലുള്ള ചാബല്യമാണ്. മൂന്നാമത്തെ വിഷയം ഏതാണ്? വൽഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദതി വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർഥ്, സ്വർണ്ണത്തോടും വെള്ളിയോടും ആഡംബര വാഹനങ്ങളോടും അതുപോലെ തന്നെ കന്നുകാലികളോടും കൃഷികളോടുമെല്ലാം സമ്പത്ത്
ലോകത്തിന്റെ എല്ലാ മേഖലകളും അള്ളാഹു വിശദീകരിക്കുകയാണ്. ഈ വിഷയങ്ങളിലെല്ലാം മനുഷ്യന് തോന്നുന്ന അടങ്ങാത്ത ആഗ്രഹമാണ്, ഇച്ഛയാണ്. 3 കാര്യങ്ങളാണ് അള്ളാഹു എടുത്തു പറഞ്ഞത്, തഖ്വയെ തകർക്കുന്ന 3 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തത് എന്താണ്? പെണ്ണാണ്, സ്ത്രീയാണ്. രണ്ടാമത്തത് എന്താണ്? സന്താനങ്ങളാണ്. മൂന്നാമത്തത് എന്താണ്? സമ്പാദ്യമാണ്. ഈ 3 വിഷയങ്ങളാണ് പ്രിയപ്പെട്ടവരെ എണ്ണി പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, മിനൻ നിസാ എന്ന് പറയുമ്പോ പെണ്ണിന് ആണും ആണിന് പെണ്ണുമെന്നും പരീക്ഷണമാണ്. അതുകൊണ്ടാണ് പടച്ചിറപ്പ് പറഞ്ഞത്, വഖുല്ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് യഗ്ദുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുൻ. റസൂലേ, മുഅ്മിനുകളോടും മുഅ്മിനാത്തുകളോടും പറയുക, ആണുങ്ങൾ മാത്രമല്ല സ്ത്രീകളോടും പുരുഷന്മാരോടും പറയുക നബിയെ, അവരുടെ ദൃഷ്ടികളെ താഴ്ത്തിക്കൊള്ളാൻ, അവരുടെ സൗന്ദര്യത്തെ മറച്ചു വെക്കാൻ, അവരുടെ ഗുഹ്യാവയവങ്ങളെ, അവരുടെ മർമാവയവങ്ങളെ സൂക്ഷിക്കാൻ വേണ്ടി അവരോട് കൽപ്പിക്കണം നബിയെ. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ ഘടനയെന്നെടുത്തു നോക്കിയാൽ, ലോകത്തെ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഫിത്നകൾ നാം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ, ലോകത്തെ ഏറ്റവും കൂടുതൽ നടക്കുന്ന അധാർമികതയുടെ പട്ടിക നാം ഒന്നെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ, അവിടെ സ്ത്രീ പുരുഷന്മാരുമായുള്ള ലൈംഗികതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കൂടുതലും നമുക്ക് കാണാൻ സാധിക്കുക. ലിബറലിസത്തിന്റെ പേരിൽ, ഹോമോസെക്ഷാലിറ്റിയുടെ പേരിൽ, മറ്റു പല വൈകൃതവാദങ്ങളുടെയും പേരിൽ മനുഷ്യരവരുടെ ധാർമ്മികതയും സദാചാരവും വലിച്ചെറിയുന്ന ദയനീയമായ ഭയാനകമായ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ധാർമ്മികതയും സദാചാരവും പറയുന്നവർ വലിയ അപരാധികളായി മാറിക്കൊണ്ടിരിക്കാൻ. ഈ സമൂഹത്തിൽ ഏറ്റവും വലിയ തെറ്റുകാരാണ്? ധാർമ്മികത സംസാരിക്കുന്നവരാണ്. ആണും പെണ്ണും ഒരുമിച്ചിരിക്കുന്നത് തെറ്റാണ് എന്ന് സംസാരിക്കുന്നവൻ പറയുന്നതാണ് തെറ്റ്. ഓനാണ് തെറ്റ്, ഓനെയാണ് അംഗീകരിക്കാൻ പറ്റാത്തത്. ആ അവസ്ഥയിലേക്ക് മാറിപ്പോയി. വ്യഭിചാരം സാർവത്രികമായി കൊണ്ടിരിക്കുന്നു. തലശ്ശേരിയിലും പയ്യാമ്പലത്തും ബീച്ചിന്റെ ഓരങ്ങളിൽ പരസ്പരം കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്യുന്ന, പരസ്യമായി ലൈംഗിക ചേഷ്ടകൾ കാണിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഒരു പുതുതായ കാഴ്ചയല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു. അത് കണ്ടു നിൽക്കുന്നവർ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ലേ, ഒരു കാലഘട്ടം വരും വഴിയരികിൽ വെച്ച് ആണും പെണ്ണും കഴുതകളെ പോലെ ഇണചേരുമ്പോ ഒന്ന് മാറി നിന്ന് മറയത്ത് നിന്ന് ചെയ്തുകൂടെ എന്ന് പറയാൻ ഒരാൾക്ക് സാധിക്കണമെങ്കിൽ അയാൾക്ക് അബൂബക്കർ സിദ്ദീഖിന്റെ ഈമാൻ വേണമെന്ന് റസൂല് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയോ പ്രിയപ്പെട്ടവരെ? അങ്ങനെ പറയുന്നവൻ അപരാധിയായി മാറുന്ന ഒരു കാലഘട്ടം ഈ ഉമ്മത്തിന് വരാനുണ്ട് എന്ന അള്ളാഹുവിന്റെ വഹയിലൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത്. ധാർമ്മികത പറയുന്നവർ കുറ്റക്കാരായി മാറുന്ന, സദാചാര പോലീസായി മാറുന്ന, ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം. ആണിന് പെണ്ണും പെണ്ണിനാണും ഏറ്റവും കൂടുതൽ പരീക്ഷണമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. നന്മയും തിന്മയും ഹക്കും ബാത്തിലും നിരോധനങ്ങളും ആജ്ഞകളും നോക്കാതെ എന്തും ചെയ്യാമെന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന കാലഘട്ടം. ചില ഭർത്താക്കന്മാരുണ്ട് 40ഉം 50ഉം കഴിഞ്ഞ ഭാര്യമാരെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലൊക്കെ വിടും. എന്താ പറയാറിയോ? ഓക്ക് വയസ്സായില്ലേ, 3-4 കുട്ടികളുമായി, മൂത്ത മോള് കല്യാണം കഴിഞ്ഞു, 2-3 പേരക്കുട്ടികളുമായി, ഇനി എന്തുണ്ടാവാനാ? അങ്ങനെയാണ് ഈ അടുത്ത് കണ്ണൂർ ജില്ലയിൽപ്പെട്ട ഒരു 50 വയസ്സ് കഴിഞ്ഞ വീട്ടമ്മ പൂർവ്വകാല കാമുകന്റെ കൂടെ ഒളിച്ചോടി പോയത്. നിങ്ങൾ കേട്ടില്ലേ? വായിച്ചിട്ടുണ്ടാവും. പൂർവ്വ വിദ്യാർത്ഥി സംഘമാണ്. ഈ മീഡിയകൾ പഠിപ്പിക്കുന്ന എന്താണ്? നമുക്ക് തോന്നുന്നതാണ് ശരിയെന്ന്. എനിക്കെന്താണ് തോന്നുന്നത് അതാണ് അവിടെ ശരിയെന്നാണ്. അള്ളാഹുവിന്റെ വാക്ക് എത്ര കൃത്യമാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ വിചാരിക്കേണ്ട നമ്മളൊക്കെ അതിൽ നിന്ന് ഒഴിവാണ്. ഒരു സ്ത്രീ വിഷയത്തിൽ അകപ്പെട്ട ഒരു മനുഷ്യനെ നമ്മൾ മരണം വരെ അയാളെ ക്രൂശിക്കും, അത് 2ാം കടക്കാരനായി കാണും. പക്ഷെ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു 75% ആളുകളും 75% ആളുകളും 2 രീതിയിലാണ് കഴിച്ചിലാവുന്നത്. ഒന്നുകിൽ അവർക്ക് ജീവിതത്തിൽ സാഹചര്യം വന്നിട്ടില്ല, അല്ലെങ്കിൽ സാഹചര്യം വന്ന് അവര് പിടിക്കപ്പെട്ടിട്ടില്ല. ചെയ്തിട്ടുണ്ട്, ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? അത് നിങ്ങളെ മിടുക്കൊണ്ടല്ല, നമ്മുടെ മിടുക്കൊണ്ടല്ല, അള്ളാഹു ഉണ്ടാക്കുന്ന ഒരു മറയാണ്, പടച്ച റബ്ബ് ഉണ്ടാക്കുന്ന ഒരു സുത്രയാണത്. അതുകൊണ്ട് ചില ആളുകൾ കഴിച്ചലായി പോവാൻ, ചില ആളുകൾ അവസരം കിട്ടാത്തതുകൊണ്ട് കഴിച്ചലായി പോവാൻ, അവസരം കിട്ടിയിട്ടും, വ്യക്തമായ വ്യഭിചാരത്തിനുള്ള അവസരം കിട്ടിയിട്ടും അതിൽ നിന്ന് ഒടിഞ്ഞു മാറാൻ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടെങ്കിൽ അവനാണ് പടച്ചവന്ന ആളെ അർശിന്റെ തണൽ കൊടുക്കുക. അവൻ ചില്ലറക്കാരനല്ല, അവനൊരു സംഭവം തന്നെയാണ്. വ്യഭിചാരത്തിനുള്ള അവസരം കൃത്യമായി കിട്ടുകയും ചോരയും നീരും ഉണ്ടാകുകയും ലൈംഗികയോട് ആഗ്രഹമുണ്ടാവുകയും എന്നിട്ടും ആ അവസരത്തിൽ നിന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാൽ ദുനിയാവിൽ എന്റെ ഇമേജ് നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ചിട്ടല്ല,
ദുനിയാവിൽ എന്റെ അഭിമാനം നഷ്ടപ്പെട്ടോ എന്ന് ചിന്തിച്ചിട്ടല്ല, ഏതെങ്കിലും കാലം ആരെങ്കിലും അറിഞ്ഞാൽ എങ്ങനെ ഞാൻ അവരുടെ മുഖത്ത് നോക്കും എന്ന് ചിന്തിച്ചിട്ടുമല്ല. എന്റെ റബ്ബ് അറിഞ്ഞു കഴിഞ്ഞാൽ, എന്റെ പടച്ച റബ്ബിന്റെ മുന്നിൽ, എന്നെ സൃഷ്ടിച്ച എന്റെ രക്ഷിതാവിന്റെ മുന്നിൽ ഞാൻ എങ്ങനെ തല ഉയർത്തി നിൽക്കും. നാളെ പഞ്ചപുച്ഛമടക്കി നിൽക്കേണ്ടി വരുന്ന ആ ഹശ്റിന്റെ മൈതാനിയിൽ അള്ളാഹുവിനോട് ഞാൻ എന്ത് മറുപടി പറയുമെന്ന് വിചാരിച്ച് ആ വിചാരത്തിൽ ഒഴിഞ്ഞു നിൽക്കാൻ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടെങ്കിൽ അവർ സംഭവമാണ്. പ്രിയപ്പെട്ടവരെ, തഖ്വയെ തടയുന്ന ഒന്നാമത്തെ വിഷയമായി അള്ളാഹു എണ്ണിയതാണ്. രണ്ടാമത്തെ വിഷയം ഏതാണ്? സമ്പത്താണ്. 5 വക്ത് കൃത്യമായിട്ട് നിസ്കരിക്കുന്നുണ്ടാവും, തഹജ്ജുദ് നിസ്കരിക്കും, സുന്നത്ത് നോമ്പ് എടുക്കും, ഖുർആൻ എമ്പാടും ഓതും, നല്ലോണം ദഅവത്തെയും തൗഹീദൊക്കെ പറയുമ്പോ ഇങ്ങനെ തീ തിളക്കുന്നത് പോലെ തിളക്കും. പക്ഷേ സാമ്പത്തിക ഇടപാടിന്റെ വിഷയം എത്തിക്കഴിഞ്ഞാൽ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ 5 പൈസക്ക് അവനെ കൊള്ളൂല. കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കൂല, കച്ചവടത്തിൽ ഹക്കും ബാത്തിലും ഉണ്ടാവൂല, ഇടപാടുകളിൽ ഹക്കും ബാത്തിലും ഉണ്ടാവൂല, സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കൂല, അവകാശികൾക്ക് അവകാശം കൊടുക്കൂല, സ്വത്ത് തർക്കത്തിൽ കുതർക്കങ്ങൾ ഉപയോഗിച്ചിട്ട് അത് നേടിയെടുക്കാനുള്ള എല്ലാ അടവും ഓൻ അറിയാം. ആ അടവ് പയറ്റുമ്പോ ഓന് യാതൊരു തരം മനസ്സങ്കോചവും ഇല്ല, ഒരു കുറ്റബോധവും ഇല്ല. പക്ഷെ 5 വക്ത് കൃത്യമായിട്ട് നിസ്കരിക്കും, കൃത്യമായിട്ട് നോമ്പെടുക്കും, ഒരു പ്രശ്നമില്ല. പള്ളി കമ്മിറ്റിയിലൊക്കെ മുന്നിലാണ്, എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിലാണ്. പക്ഷെ സമ്പത്തിന്റെ വിഷയമെത്തുമ്പോ മഹാബടക്കാണ്, മഹാപോയത്തക്കാരനാണ്. അങ്ങനെയുള്ള ആ സമ്പത്തിന്റെ വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയെ തടയുന്ന രണ്ടാമത്തെ വിഷയമായി പറഞ്ഞത്. മൂന്നാമത്തെ വിഷയം ഏതാണ്? സന്താനങ്ങളാണ്. സന്താനങ്ങൾക്ക് വേണ്ടിയാണ് പലതും നാം അഡ്ജസ്റ്റ് ചെയ്യുക, പല വിഷയങ്ങളും നാം അഡ്ജസ്റ്റ് ചെയ്യുക. സന്താനങ്ങൾ 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ നമ്മളോട് വന്നിട്ട് ഫോണിന് ചോദിക്കുമ്പോ പിതൃവാത്സല്യം തുളുമ്പിങ്ങോട്ട് മറിയും, വാങ്ങിച്ചു കൊടുക്കും. ഹറാമിന്റെ അറ്റമില്ലാത്ത കയത്തിലേക്ക് അവരെ കാലെടുത്ത് പിച്ച വെക്കുന്നത് നമ്മൾ അറിയാതെയായിരിക്കും. പ്രിയപ്പെട്ടവരെ, ദിവസങ്ങളും ആഴ്ചകളും കഴിയുമ്പോ നമ്മുടെ നിഷ്കളങ്കരായ ആൺകുട്ടികളും പെൺകുട്ടികളും വിശദീകരിക്കാൻ പോലും ആവാത്ത വിധത്തിലുള്ള അധാർമികതകളുടെയും വൃത്തികേടുകളുടെയും മ്ലേച്ഛത്തരങ്ങളുടെയും വ്യഭിചാരങ്ങളുടെയും കൂത്തരങ്ങുകളിൽ അഭിരമിക്കുന്നവരായി മാറിയിട്ടുണ്ടാവും നമ്മൾ തിരിച്ചറിയുമ്പോഴേക്ക്. പക്ഷേ ഒന്നറിയുക, അപക്വമതികളായ, വിവേകമില്ലാത്ത, എട്ടും പൊട്ടും തിരിച്ചറിയാത്ത, നന്മയേത് തിന്മയേതെന്ന് തിരിച്ചറിയാത്ത, ധർമാധർമ്മങ്ങൾ തിരിച്ചറിയാത്ത കൗമാരപ്രായക്കാരുടെ മുന്നിലേക്ക് ഇന്റർനെറ്റ് എന്ന മഹാമായ ലോകത്തേക്ക് കടന്നു ചെല്ലാനുള്ള മാർഗങ്ങൾ തുറന്നു കൊടുക്കുന്ന പ്രിയപ്പെട്ട മാതാക്കളെ, അവരുടെ വിരലുകളുടെ ഓരോ ചലനങ്ങൾക്കും നിങ്ങൾ ഉത്തരവാദിയാണ്. അവരുടെ കണ്ണുകളുടെ ഓരോ നോട്ടങ്ങൾക്കും നിങ്ങൾ ഉത്തരവാദിയാണ്. അവർ നടത്തുന്ന ഓരോ ചാറ്റുകളുടെ അക്ഷരങ്ങൾക്കും നിങ്ങൾ ഉത്തരവാദിയാണ്. എണ്ണി എണ്ണി പടച്ച റബ്ബിന്റെ മുന്നിൽ ഉത്തരം പറയേണ്ടി വരും. സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ പിതൃവാത്സല്യവും മാതൃവാത്സല്യവുമാണ് പലപ്പോഴും തഖ്വയുടെ അടിത്തറകൾ തകർത്ത് കളയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. തഖ്വയുള്ള മനുഷ്യരുടെ തഖ്വയെ തകർത്ത് കളയുന്ന 3 ഘടകങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചത്. 1 എതിർലിംഗക്കാരാണ്, 2 സന്താനങ്ങളാണ്, 3 സമ്പത്താണ്. ഈ 3 വിഷയങ്ങളും പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞെന്താ അറിയോ? ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയാ, ഇതെല്ലാം ദുനിയാവിന്റെ വിഭവങ്ങൾ മാത്രമാണ്. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, അള്ളാഹുവിന്റെ അടുത്താണ് ഏറ്റവും നല്ല വിഭവമുള്ളത്, റബ്ബിന്റെ അടുത്താണ് ഏറ്റവും നല്ല പര്യവസാനമുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ തടസ്സങ്ങൾ മുഴുവൻ തരണം ചെയ്ത്, ഈ പറയുന്ന തഖ്വക്കുണ്ടാകുന്ന തടസ്സങ്ങൾ മുഴുവൻ ചികഞ്ഞു മാറ്റിക്കൊണ്ട് തഖ്വയോടെ ജീവിതത്തിന്റെ അവസാനം വരെ ജീവിച്ച മനുഷ്യർ അവരെ കാത്തിരിക്കുന്നത് എന്താണ്? അള്ളാഹു പറയുകയാണ്, ഖുൽ അഉനബ്ബിഉകും, നബിയേ പറയുക, അഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും, ഈ മുകളിൽ പറഞ്ഞ വിഷയങ്ങളെക്കാളെല്ലാം നന്മയുള്ള ഉത്തമമായ ഒരു വിഷയം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ആർക്കാണത്? ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം, പെണ്ണിന്റെ പ്രലോഭനങ്ങളിൽ വീഴാത്ത, പിതൃവാത്സല്യം പുത്രവാത്സല്യം കൊണ്ട് ദീനിനെ മറന്നു കളയാത്ത, സമ്പാദ്യത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ അഹ്കാമുകൾ മറന്നു കളയാത്ത നല്ല മനുഷ്യർക്ക് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് എന്താണ്? ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സുഗാഡംബരത്തിന്റെ ഭവനമായ സ്വർഗമാണ്. ഖാലിദീന ഫീഹാ, അവരതിൽ അനശ്വരരാണ്. വഅസ്വാജും മുതഹറ, അവർക്കവിടെയുള്ളത് പരിശുദ്ധങ്ങളായ ഇണകളാണ്. വരിദ്വാനും മിനല്ലാഹ്, എല്ലാറ്റിനും ഉപരി, എല്ലാറ്റിനും മുകളിൽ അവരെ അവിടെ കാത്തിരിക്കുന്നത് ലോകരക്ഷിതാവായ, രാജാതിരാജനായ, കാരുണ്യക്കടലായ, വാത്സല്യനിധിയായ അള്ളാഹുവിന്റെ അവസാനിക്കാത്ത തൃപ്തിയാണ്.
പിന്നീട് ഒരിക്കലും അല്ലാഹു അവരോട് കോപിക്കുകയില്ല, പിന്നീട് ഒരിക്കലും അല്ലാഹു അവരോട് ദേഷ്യപ്പെടുകയില്ല. വല്ലാഹു ബസീറും ബിൽ ഇബാദ്, അടിമകളെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് പടച്ച റബ്ബ്. തഖ്വയോടെ ജീവിച്ച ആളുകളെ കാത്തിരിക്കുന്ന സൗഭാഗ്യമാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്നാമത് അനശ്വരത ലഭിക്കും അവർക്ക്, രണ്ടാമത് താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സുഗാഡംബരത്തിന്റെ ഭവനമായ സ്വർഗം അവർക്ക് ലഭിക്കും, മൂന്നാമത് ഏറ്റവും പ്രധാനമായി അള്ളാഹുവിന്റെ തൃപ്തി അവർക്ക് ലഭിക്കും. അതാണ് ഏറ്റവും വലുത്. ഇനിയുള്ളത് നമുക്ക് ചിന്തിക്കാൻ കൂടിയുള്ളതാണ്. ഇനിയുള്ളത് നമുക്ക് ചിന്തിക്കാൻ കൂടിയുള്ളതാണ്. എന്താണെന്നറിയോ? എനിക്ക് തഖ്വ ഉണ്ടോ എന്നൊരു ഇഹ്തിസാബ് നടത്താൻ, സ്വവിചാരണ നടത്താൻ ഉള്ള കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്തതായി പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ പോയിട്ട് സൂറത്ത് ആൽ ഇമ്രാനിന്റെ 16ഉം 17ഉം ആയത്തുകളൊന്നും എടുത്തു നോക്കുക. എന്നിട്ട് ഓരോന്നും പറയുമ്പോൾ ഇത് എനിക്കുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുക. ഒന്നാമത് അവരുടെ സംസാരമാണ് പറയുന്നത്. ആരോടുള്ള സംസാരം? ബാലനോടുള്ള സംസാരമില്ല, മക്കളോടുള്ള സംസാരമില്ല, സഹോദരി സഹോദരന്മാരുടെ സംസാരമില്ല. പിന്നെ ഇത് ആരോടുള്ള സംസാരമാണ്? അള്ളാഹുവിനോടുള്ള സംസാരമാണ്. എന്താണ് അവർ സംസാരിക്കുക? അള്ളാഹു പറയാൻ, അല്ലദീന യഖൂലൂന, അവര് പറയുന്നവരാണ്, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ. ഈ സംസാരം തഖ്വയിൽ നിന്നുണ്ടാകുന്നതാണ്, ഈ സംസാരം സൂക്ഷ്മതയിൽ നിന്നുണ്ടാകുന്നതാണ്. അവരതാ അള്ളാഹുവിനെ വിളിക്കുകയാണ് റബ്ബനാ, എന്നിട്ട് അവർ പറയുകയാണ് ഇന്നനാ ആമന്നാ, അല്ലാഹുവേ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുകയാണ് റബ്ബേ, ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുകയാണ് റബ്ബേ. ഇത് വെറും ഒരു വർത്തമാനമല്ല എന്റെ പ്രിയപ്പെട്ടവരെ. കാലിക ലോകം നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ, വർത്തമാന കാലഘട്ടം നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ, സ്വർഗം പറയാൻ ആളുകൾക്ക് നാണക്കേടാണ്, നരകം പറയാൻ ആളുകൾക്ക് നാണക്കേടാണ്, ഖബറിനെ കുറിച്ച് സംസാരിക്കാൻ ആളുകൾക്ക് നാണക്കേടാണ്. മിമ്പറുകളിൽ നിന്നും മിഹ്റാബുകളിൽ നിന്നും പരലോകത്തെ കുറിച്ചുള്ള ചർച്ചകൾ മാറ്റി നിർത്തപ്പെടുകയാണ്. ആഗോളതരത്തിലുള്ള അന്താരാഷ്ട്ര വിഷയങ്ങൾ സംസാരിക്കാൻ ഖതീബുമാർക്ക് വലിയ ആവേശമാണ്. പൊതുപരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ലഹരിയെ കുറിച്ച് പറയാനും, കുടുംബ ബന്ധത്തെ കുറിച്ച് പറയാനും, സമൂഹത്തിൽ അടിഞ്ഞുകൂടിയ ജീർണതകളെ കുറിച്ച് പറയാനും എല്ലാം വലിയ ആവേശമാണെന്നാൽ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, നരകത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, ഖബറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ആളുകൾക്ക് വല്ലാത്തൊരു പ്രയാസമായി മാറിയിരിക്കുന്നു, നാണക്കേടായി മാറിയിരിക്കുന്നതിന്റെ കാരണം എന്താണ്? വർത്തമാന കാലഘട്ടത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായി മാറിക്കൊണ്ടിരിക്കുന്ന നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, മതനിരാസവാദികൾ അവരിങ്ങനെ സ്വർഗത്തിനെ കുറിച്ച് ഇങ്ങനെ കളിയാക്കുകയാണ്. സ്വർഗത്തെ കുറിച്ച് പറയപ്പെട്ട ഹദീസുകൾ എടുത്തിട്ട് ഇങ്ങനെ പരിഹസിക്കുകയാണ്, നരകത്തെ കുറിച്ച് പറയപ്പെട്ട ഹദീസുകൾ എടുത്തിട്ട് ഇങ്ങനെ പരിഹസിക്കുകയാണ്. ഈ പരിഹാസത്തിന്റെ തുണ്ടുകൾ അവിടെ നിന്നും ഇവിടെ നിന്നും കേട്ട് നമുക്കും അതാ പരലോകത്തോട് ഒരു അവജ്ഞ വന്നിരിക്കുന്നു, പരലോകത്തോട് എന്തെന്നില്ലാത്തൊരു പുച്ഛം വന്നിരിക്കുന്നു. സ്വർഗം കേൾക്കുന്നതും നരകം കേൾക്കുന്നതും പഴഞ്ചനാണ് എന്ന തോന്നൽ വന്നിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തഖ്വ നഷ്ടപ്പെട്ടു പോയി എന്നതിന്റെ ഒന്നാമത്തെ അടയാളമാണ് വിശ്വാസപരമായ കാര്യങ്ങളിൽ നമുക്ക് വല്ലാത്തൊരു അവജ്ഞ തോന്നുക എന്നത്. തഖ്വ മനസ്സിലുള്ള ആളുകൾക്ക് ഒരിക്കലും ആ അവജ്ഞ തോന്നുകയില്ല. അവരതാ പറയുകയാണ് റബ്ബനാ ഇന്നനാ ആമന്നാ, അല്ലാഹുവേ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുകയാണ്, ഫഗ്ഫിർ ലനാ ദുനൂബനാ, ഞങ്ങളുടെ പാപങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബേ, വഖിനാ അദാബന്നാർ, ഭയാനകമായ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനം നൽകുകയും ചെയ്യണേ റബ്ബേ. അവരുടെ വർത്തമാനമാണത്, അള്ളാഹുവിനോട് അവർ പറയുന്ന സംസാരമാണത്. സുബ്ഹാനല്ലാഹ്. ഈ സംസാരം നമ്മൾ നടത്തിയിട്ടുണ്ടോ പരിശോധിച്ചാൽ മതി, ഒന്ന് ഇഹ്തിസാബ് ചെയ്താൽ മതി. ഈ സംസാരം ഞാൻ നടത്തിയിട്ടുണ്ടോ അള്ളാഹുവിനോട്? ഈ ഒരാഴ്ച കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ 2 ആഴ്ച കൊണ്ട് ആത്മാർത്ഥമായി, പടച്ചോനെ ഞാൻ എല്ലാം വിശ്വസിച്ചു റബ്ബേ, എന്റെ ഹൃദയം കൊണ്ട് എന്റെ പാപങ്ങൾ എനിക്ക് പുറത്തിരണം റബ്ബേ, നരകത്തെ കുറിച്ച് ഓർക്കുക, എന്നിട്ട് ആ നരകത്തിനെ കുറിച്ച് പേടിക്കുക, ആ പേടിയിൽ നിന്ന് അള്ളാഹുവിനോട് കാവല് തേടുക. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, തഖ്വ ഉറുമ്പരിച്ചിരിക്കുന്നു, തഖ്വ ചിതലരിച്ചിരിക്കുന്നു. ഇനി 17ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ പോകുന്ന 5 ക്വാളിറ്റികൾ, ഒരു മനുഷ്യനുണ്ടാക്കേണ്ട 5 ക്വാളിറ്റികൾ. ആ ക്വാളിറ്റികൾ നമുക്കുണ്ടോ നമ്മളൊന്ന് പരിശോധിക്കുക. എന്തൊക്കെയാണ് ആ ക്വാളിറ്റികൾ? അല്ലാഹു പറയാൻ, അസ്വാബിരീൻ, അവർ ക്ഷമാലുക്കളായിരിക്കും, ക്ഷമിക്കുന്നവരായിരിക്കും, വസ്സാദിഖീൻ, അവർ സത്യവാന്മാരായിരിക്കും, സത്യസന്ധരായിരിക്കും, വൽഖാനിതീൻ, അവർ ഭക്തന്മാരായിരിക്കും, ഇബാദത്ത് ചെയ്യാൻ ആവേശമുള്ളവരായിരിക്കും, വൽമുൻഫിഖീൻ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ യാതൊരു മടിയുമില്ലാത്തവരായിരിക്കും,
നല്ലവരായിരിക്കും. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, രാവിലെ സമയത്ത് രാത്രിയുടെ മൂന്നാമത്തെ യാമത്തിൽ ഇസ്തിഗ്ഫാർ നടത്തുന്നവരായിരിക്കും. എന്തൊക്കെയാണ്? ക്ഷമാലുക്കളായിരിക്കും, സത്യവാന്മാരായിരിക്കും, ഭക്തന്മാരായിരിക്കും, അതുപോലെ തന്നെ ചെലവഴിക്കുന്നവരായിരിക്കും, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇസ്തിഗ്ഫാർ നടത്തുന്നവരായിരിക്കും. ഈ 5 ക്വാളിറ്റികൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഉണ്ടോ? ശരിക്കും ആലോചിച്ച് നോക്ക്. ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ, അത് ഉണ്ടാക്കിയെടുക്കാനുള്ള സമയമാണ്. ഞാൻ പറഞ്ഞല്ലോ, റമദാൻ മാസം വരുന്നതിന്റെ മുമ്പ് നമ്മൾ നേടിയെടുക്കേണ്ട അമ്യൂണിറ്റീസ് ആണിത്. നമ്മൾ നേടിയെടുക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ നാം എത്തിപ്പെടേണ്ട ലക്ഷ്യങ്ങളാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരിശുദ്ധ റമദാൻ ആഗതമാകുന്നതിന്റെ മുന്നേ ഈ 5 ക്വാളിറ്റികളും നേടിയെടുക്കുന്ന, ഈ 5 കാര്യങ്ങളും നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. بسم الله الرحمن الرحيم الحمد لله رب العالمين